അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ആദ്യമായിട്ട് ഇവിടെ സദസ്സിലിരിക്കുന്ന തുരുത്തി ജമാഅത്ത് കമ്മിറ്റിയുടെ ഭാരവാഹികളെ സ്റ്റേജിലേക്ക് ക്ഷണിക്കുകയാണ്. അതുപോലെ തന്നെ നമ്മുടെ വാർഡ് കൗൺസിലർ എത്തി, നമ്മുടെ കൂട്ടായ്മയുടെ നേതാവും കൂടിയാണ്. അതുപോലെ തന്നെ നമ്മുടെ സ്കൂൾ മാനേജർ അഷ്റഫിനെ ടി കെ അഷ്റഫിനെ ക്ഷണിക്കുകയാണ്. അതുപോലെ തന്നെ നമ്മൾ മമ്മയിച്ച ഒന്ന് കയറാൻ പറ്റുകയാണെങ്കിൽ നല്ലതായിരുന്നു. ഒന്ന് കയറാൻ പറ്റുകയാണെങ്കിൽ സന്തോഷം, സ്റ്റേജിൽ ഇരിക്കുകയാണെങ്കിൽ. ഇൻഷാ അല്ലാഹ് നമ്മളെ പരിപാടി തുടങ്ങുകയാണ്. വേദിയിലും സദസ്സിലും ഉപവിഷ്ടരായ പ്രമുഖ വ്യക്തിത്വങ്ങൾ, സ്നേഹാദരവ് നിറഞ്ഞ സഹോദരി സഹോദരന്മാരെ, അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. കേപ്പുറം കൂട്ടായ്മ ഞങ്ങൾ ഏകദേശം ഇപ്പോൾ ഒരു 30ഓളം വീടുകൾ ഉൾക്കൊള്ളുന്ന ഒരു കൂട്ടായ്മയാണ് കേപ്പുറം കൂട്ടായ്മ. ഒരുപാട് കാലമായി ചെറിയ പ്രവർത്തനവുമായി തന്നെ മുന്നോട്ട് പോവുകയാണ്. എന്നാൽ അൽഹംദുലില്ലാഹ് റബീഉൽ മാസത്തിലൊക്കെ ഒരുപാട് നല്ല പ്രവർത്തനങ്ങളൊക്കെ കാഴ്ചവെച്ചുകൊണ്ടാണ് ഈ ഒരു കൂട്ടായ്മ മുന്നോട്ട് പോകുന്നത്. ഈ ഒരു സന്ദർഭത്തിലാണ് നമ്മുടെ എല്ലാമായ മുഹമ്മദ് കുഞ്ഞി സാഹിബ് പറയാണ്, നമ്മുടെ നൗഷാദ് ബാഖവിയുടെ ഡേറ്റ് എനിക്കൊന്ന് എടുത്തു തരാൻ പറ്റും, നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുമോ എന്ന് ചോദിക്കുമ്പോൾ അതേ സമയത്ത് തന്നെ ഞങ്ങൾ പറഞ്ഞു പറ്റും, തീർച്ചയായിട്ടും. ചെറിയൊരു സംഘമാണ്, പക്ഷെ ഞങ്ങൾ ഈ പ്രവർത്തനവുമായി മുന്നോട്ടിറങ്ങിയപ്പോൾ കുറച്ചൊക്കെ ആളുകളുടെ മുമ്പിലേക്ക് ഞങ്ങൾ പോയപ്പോൾ അവരുടെ സ്വീകരണവും ഞങ്ങളോട് കാണിച്ച ആത്മാർത്ഥതയും ഒക്കെ അതൊക്കെ ഞങ്ങളെ കണ്ണ് നിറയിക്കുന്നതായിരുന്നു. വളരെ സന്തോഷകരമായ, ചില സ്ഥലത്തൊക്കെ പോയപ്പോൾ നമ്മൾ കുടുംബത്തിലൊക്കെ വിരുന്നിന് പോയ പോലെ നമ്മൾ സ്വീകരിച്ചത്. പിന്നെ ഞങ്ങൾ ഏറ്റെടുക്കുമ്പോൾ ഞങ്ങൾക്ക് നല്ലൊരു ഉറച്ച വിശ്വാസമുണ്ട് നമ്മുടെ തുരുത്തി നാടിനെ കുറിച്ച്. എന്ത് ഏറ്റെടുത്താലും അത് അൽഹംദുലില്ലാഹ് വളരെ നല്ല നിലയിൽ തന്നെ വിജയിപ്പിച്ചെടുക്കാൻ, കൂടെ നിൽക്കാൻ ഒരുപാട് ആളുകൾ നമ്മളെ ഗ്രൗണ്ട് സന്ദർശിക്കുകയും നമുക്ക് വേണ്ട നിർദ്ദേശങ്ങൾ നൽകുകയും നമ്മുടെമായി വളരെ നല്ല രീതിയിൽ തന്നെ നമ്മുടെമായി സഹകരിക്കുന്ന നാട്ടിലെ ഓരോരുത്തരും ഇവരൊക്കെ ഈ സന്ദർഭത്തിൽ ഓർമ്മപ്പെടുത്തുകയാണ്. അതുപോലെ തന്നെ നമ്മൾ ഈ പ്രവർത്തനമായി മുന്നോട്ട് പോയപ്പോൾ നമ്മുടെമായി സാമ്പത്തികമായി സഹകരിച്ച ഒരുപാട് ആളുകളുണ്ട്. കാരണം നമ്മുടെ ഈ പല സ്ഥലത്തും, പ്രത്യേകിച്ച് കേരളത്തിൽ ഒരുപാട് അനാഥ അഗതി മന്ദിരങ്ങൾ, അതുപോലെ തന്നെ ഒരുപാട് പ്രസ്ഥാനങ്ങൾ, ഒരുപാട് സാമൂഹ്യ സംഘടനകൾ എന്നിത്യാദി ഒരുപാട് പാവങ്ങളെ കണ്ണീരൊപ്പുന്ന ജനസേവന നിരത്തിറങ്ങുന്ന ഇതിനൊക്കെ പിന്നിലുള്ള ഒരു ചാലക ശക്തി എന്ന് പറയുന്നത് ഇവരാണ്, ഈ പണക്കാരായ ആളുകൾ. അവരുടെ സഹായം കൊണ്ടാണ് പല സ്ഥാപനങ്ങളും മുന്നോട്ട് പോകുന്നത്. അപ്പൊ ഈ പണക്കാരെ മാത്രം പറയുമ്പോൾ വിചാരിക്കേണ്ട പാവപ്പെട്ടവർക്ക് എന്ത് ചെയ്യാൻ പറ്റുന്നുള്ളത്. നമുക്ക് ചരിത്രം അറിയാം, അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹുവിന്റെ കഥ. കാരണം വളരെ കുറച്ചേ കൊടുത്തിട്ടുള്ളൂ, പക്ഷെ നമ്പർ 1 കുറച്ചേ കൊടുത്തിട്ടുള്ളെങ്കിലും അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹുവിന് നമ്പർ 1 ആവല്. കാരണം വീട്ടിലുള്ളതെല്ലാം കൊടുക്കും, എല്ലാം കയ്യിലുള്ളതെല്ലാം കൊടുക്കും. അപ്പോ ഈ തരുണത്തിൽ അവരൊക്കെ ഓർക്കുകയാണ്, അവരുടെ ആഗ്രഹങ്ങൾ അറിയുന്നവനാണ് അള്ളാഹു. അവിടെ എല്ലാ ആഗ്രഹങ്ങളെയും അള്ളാഹു നിറവേറ്റി കൊടുക്കട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുകയാണ്. സമയം വളരെ വൈകി, ചെറിയൊരു വിഷയം കൂടി പറഞ്ഞുകൊണ്ട് നിർത്തുകയാണ്. എൻ്റെ കടമയിലേക്ക് ഞാൻ കടക്കുകയാണ്. മഹാനായ ഉമർ റളിയല്ലാഹു അൻഹു മക്കളെ പരിപാലിക്കുന്ന കാര്യത്തിൽ 1ഉം 2ഉം കാര്യങ്ങൾ പറഞ്ഞതിന് ശേഷം 3ാമതായി ഒരു കാര്യം പറഞ്ഞു. നിങ്ങൾ നിങ്ങളുടെ മക്കളെ കൂട്ടുകാരാക്കുക എന്നൊരു കാര്യം പറഞ്ഞു. പക്ഷെ ആ മക്കൾ കൂട്ടുകാരാണെങ്കിൽ നമ്മൾ അവരോട് കൂടെ കളിക്കണം, അവർക്ക് വേണ്ട മാർഗനിർദ്ദേശങ്ങൾ നൽകണം. ഇതൊക്കെ നമ്മൾ അവരോട് കൂടെ ചെയ്താൽ മാത്രമേ അവർ നമുക്ക് കൂട്ടുകാരാകുകയുള്ളൂ. 14 മുതൽ 21 വയസ്സേയുള്ള പ്രായമാണ് ആ കൂട്ടുകാരാവാൻ വേണ്ടി പറഞ്ഞത്. ഈ സന്ദർഭത്തിൽ ഞാൻ പറയുന്നത് പ്രത്യേകം നമ്മുടെ വിദ്യാർത്ഥിനികളോടാണ് പറയുന്നുള്ളത്. പുറത്ത് ചതിക്കുഴികൾ ഒരുപാടാണ് നമ്മളെ കാത്തിരിക്കുന്നുണ്ട്. കഴുക കണ്ണുകളാണ്. ചിലപ്പോൾ നമുക്കൊരു ഓട്ടോറിക്ഷ പിടിച്ചു തരും, അല്ലെങ്കിൽ വേറെ നമ്മളെ സഹായിക്കും. ആ സഹായിച്ചിട്ട് അവരെ നമ്മളെ വശീകരിച്ചെടുക്കും. പക്ഷെ ദുഷ്ടന്മാരാണ്, മനസ്സിലാക്കണം. അപ്പൊ അതുകൊണ്ട് നിങ്ങളോട് പറയാനുള്ള ഉപദേശം എന്ന് പറയുന്നത്, നിങ്ങൾ പുറത്തു പോയി പഠിക്കുന്നുണ്ട്, അല്ലെങ്കിൽ ആഴ്ചക്കൊരിക്കൽ വീട്ടിലേക്ക് വരുന്നുണ്ട്. പക്ഷെ നിങ്ങൾ മാതാപിതാക്കളുമായി എല്ലാ കാര്യവും ഷെയർ ചെയ്യണം. നിങ്ങൾ
എല്ലാ കാര്യവും. കാരണം നമുക്ക് ചെറിയൊരു പുണ്ണുണ്ടായാലും നമുക്കതിനെ പെട്ടെന്ന് മാറ്റാൻ പറ്റും. പക്ഷെ അത് വ്രണം ആയിക്കഴിഞ്ഞാൽ, വളരെ അധികം വ്രണമായി കഴിഞ്ഞാൽ പിന്നെ അത് മാറ്റാൻ പറ്റില്ല. അതുപോലെ തന്നെ നമ്മളെ മാതാപിതാക്കളും ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമുണ്ട്. മക്കൾ നമ്മളോട് കാര്യം പറയുമ്പോൾ അവർ കടിച്ചു കീറാൻ പോകരുത്. കേൾക്കാനുള്ളത് മനസ്സ് കാണിക്കണം. അതിന് വേണ്ട പ്രതിവിധി നാം പറഞ്ഞു കൊടുക്കണം. അപ്പൊ അതുകൊണ്ട് ഈ വിദ്യാർത്ഥികളോട് പറയാനുള്ളത്, എന്ത് കാര്യം മാതാപിതാക്കൾ നിങ്ങളോട് കൂടെ ഉണ്ടാവും. അപ്പൊ എന്ത് കാര്യമാണെങ്കിലും നിങ്ങൾ അവരോട് തുറന്നു പറയണം. എന്ത് സംഭവമാണെങ്കിലും നിങ്ങൾ വന്ന മാതാവിനോട് ഇരുന്ന് കഥകളൊക്കെ പറയാം. ഇന്നൊക്കെ ഉണ്ടായി ഇങ്ങനെയുള്ള കാര്യങ്ങൾ. അപ്പോൾ നിങ്ങളുടെ എന്തെങ്കിലും തെറ്റ് പറ്റാത്തവർ ആരുമില്ല. ആ തെറ്റ് അവർ തിരുത്തി തരും. ഈ ഒരു ഉപദേശം മാത്രമാണ് എനിക്ക് നിങ്ങളുടെ മുമ്പിൽ വെക്കാനുള്ളത്. ഞാൻ എൻ്റെ കടമയിലേക്ക് കടക്കുകയാണ്. നമ്മുടെ ഈ യോഗത്തിൽ പ്രാർത്ഥന നടത്തിയ നമുക്കെല്ലാം വേണ്ടപ്പെട്ട നമ്മുടെ നാട്ടുകാരൻ, നമുക്കെല്ലാമായ ടി.കെ. അഹമ്മദ് ഫൈസി അവരുകളെ ഈ യോഗത്തിലേക്ക് ഹൃദയവും ഹാർദവുമായി സ്വാഗതം ചെയ്യുകയാണ്. അതുപോലെ തന്നെ നമ്മുടെ ഈ യോഗത്തിൻ്റെ അധ്യക്ഷൻ ടി.എ. മുഹമ്മദ് കുഞ്ഞി സാഹിബ്. കാരണം അദ്ദേഹത്തിൻ്റെ പ്രായം, നമ്മളിപ്പോൾ കഴിഞ്ഞ റിലീഫ് കമ്മിറ്റിയുടെ പരിപാടിയിൽ കണ്ടു, അദ്ദേഹം മാപ്പിളപ്പാട്ട് പാടി, അദ്ദേഹം ബാങ്ക് വിളിച്ച് കുട്ടികളോട് കൂടെ മത്സരിച്ചു. ഇന്നും വളരെ ചെറുപ്പം, 16 വയസ്സുള്ള മമ്മയിച്ചാന്ന് പറയാൻ നമുക്ക്. ഏറ്റവും നമ്മളെ ഈ ഒരു പരിപാടിയുടെ എല്ലാത്തിനും കൂടെ നിന്ന് ഏത് സമയത്തും, അദ്ദേഹത്തിന്റെ മകന്റെ കല്യാണം കഴിഞ്ഞിപ്പോൾ അടുത്തൊരു 2 ആഴ്ച മുമ്പ്, എന്നിട്ടും നമ്മുടെ ഈ പരിപാടിയുമായി കൂടെ നടന്ന് ഇത്രത്തോളം ഈ പരിപാടിക്ക് വേണ്ടി ആത്മാർത്ഥമായി നമ്മളോട് കൂടെ നിന്ന് നമ്മുടെ ചെയർമാൻ കൂടിയായ മുഹമ്മദ് കുഞ്ഞി സാഹിബിനെ ഈ യോഗത്തിന്റെ അധ്യക്ഷൻ കൂടിയാണ്. അദ്ദേഹത്തെ ഈ യോഗത്തിലേക്ക് ഹൃദയവും ഹാർദവുമായി സ്വാഗതം ചെയ്യുകയാണ്. അതുപോലെ തന്നെ നമ്മുടെ ഇന്നത്തെ യോഗത്തിൽ എത്തിച്ചേരേണ്ടത് നമ്മുടെ സംയുക്ത ഖാസി ആയിരുന്നു. പക്ഷെ അദ്ദേഹത്തിന്റെ ആരോഗ്യം പരമായ പ്രശ്നം കൊണ്ട് അദ്ദേഹത്തിന് എത്തിച്ചേരാൻ കഴിഞ്ഞിട്ടില്ല. അദ്ദേഹത്തിന് അള്ളാഹു ദീർഘായുസ് പ്രദാനം ചെയ്യട്ടെ, നാം ഇരുന്ന് പ്രാർത്ഥിക്കുകയാണ്. അതുകൊണ്ട് നമ്മുടെ ഇന്നത്തെ അദ്ദേഹം കാസർഗോഡ് എത്തിയിരുന്നു. പക്ഷേ ഈ വിഷമമുള്ളത് കൊണ്ട് തിരിച്ചു പോയതാണ്. അതുപോലെ നമ്മൾ ഇന്നത്തെ യോഗം അതുകൊണ്ട് ഉദ്ഘാടനം ചെയ്ത് നമ്മുടെ ടി.കെ. അഹമ്മദ് ഫൈസി അവരുകളാണ്. അദ്ദേഹത്തെ ഈ യോഗത്തിലേക്ക് ഹൃദയവും ഹാർദവുമായി സ്വാഗതം ചെയ്യുകയാണ്. അതുപോലെ തന്നെ നമ്മൾ ഓരോരുത്തരും ആകാംക്ഷയോടെ കാത്തിരിക്കുന്ന നമ്മുടെ മുഖ്യ പ്രഭാഷകൻ എം നൗഷാദ് ബാഖഫി ചിറയൻകീഴ്, അദ്ദേഹത്തെയും ഈ യോഗത്തിലേക്ക് ഹൃദയവും ഹാർദവുമായി സ്വാഗതം ചെയ്യുന്നു. സമയം നീട്ടുന്നില്ല. വേദിയിലും സദസ്സിലും ഉപവിഷ്ടരായ എല്ലാ ആളുകളെയും ഒറ്റവാക്കിൽ ഹൃദയവും ഹാർദവുമായി സ്വാഗതം ചെയ്തുകൊണ്ട് ഈ യോഗത്തിന്റെ നിയന്ത്രണം ഏറ്റെടുക്കുന്നതിന് വേണ്ടി മുഹമ്മദ് സാഹിബിനെ ക്ഷണിക്കുകയാണ്. അതോടൊപ്പം മറ്റൊരു കാര്യം കൂടി ഇവിടെ പറയാനുള്ളത്, നമ്മുടെ ഈ ചടങ്ങിൽ 2 പേരെ അനുമോദിക്കുകയാണ്. ഒന്ന് നമ്മുടെ ടി.എ. മുഹമ്മദ് കുഞ്ഞി സാഹിബ് അവർകൾ, നമ്മുടെ മുൻ കൗൺസിലറാണ്, നാടിന്റെ എല്ലാമായ മുഹമ്മദ് കുഞ്ഞി സാഹിബ്. അതുപോലെ തന്നെ നമ്മുടെ ഇപ്പോഴത്തെ നിലവിലെ കൗൺസിലർ, ഞങ്ങള് കേപ്പറം കൂട്ടായ്മയുടെ ഞങ്ങളൊരു അഭിമാനമാണ്. 2 കൗൺസിലർമാർ ഞങ്ങൾ തന്നെയാണ്, 2 കേപ്പറത്താണ്. അപ്പൊ VM സൈനുദ്ദീൻ അവരെയും 2 പേരെയും നൗഷാദ് ബാഖഫി ആദരിക്കുകയാണ്. അതിനുവേണ്ടി ഉദ്ഘാടനം കഴിഞ്ഞ ശേഷം ഇൻഷാ അല്ലാഹ് അവരെ ക്ഷണിക്കുന്നതായിരിക്കും. യോഗത്തിന് നിയന്ത്രണം ഏറ്റെടുക്കാൻ വേണ്ടി മുഹമ്മദ് സാഹിബിനെ ക്ഷണിക്കുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.